ഹലോ, നമ്മൾ ഇന്നൊരു മീൻകറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. നമുക്കിവിടെ അമ്പലം തൊട്ടടുത്താണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ നടയടച്ചൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കൊളുത്തി അതെല്ലാം കെടുത്തി വെച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ, ഇറച്ചി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, മുട്ടയാണേലും എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലും അതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. ഇവിടെ അമ്പലം തൊട്ടടുത്തായതുകൊണ്ട് അങ്ങനെ പറ്റത്തുള്ളൂ. നമുക്കൊരു എളുപ്പത്തിലൊരു ഉണക്കമീൻ കറി ഉണ്ടാക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പം കുറച്ച് ഉണക്കമീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. കുറേ എടുത്ത് വറുത്തു, ഇനി കുറേ എടുത്ത് നമുക്കൊന്ന് കറി വെച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഒത്തിരി കാലമായി ഉണക്കമീനൊക്കെ കഴിച്ചിട്ട്. മിക്കവാറും പച്ചമീനായിരിക്കും മേടിക്കുന്നത്. നമുക്ക് ഇതിലെ കൂടെ വരാറുണ്ട് പച്ചമീൻ. അപ്പം പച്ചമീനാണ് മിക്കവാറും മേടിക്കാറുള്ളത്. നമുക്കിന്ന് ഇച്ചിരി ഉണക്കമീൻ കറി ഉണ്ടാക്കി നോക്കാം. ഒരുപാട് കാലമായിട്ട് ഉണക്കമീൻ കറി വെക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതുവരെ വയ്ക്കാൻ പറ്റിയില്ല. നമുക്കിന്നൊന്ന് വെച്ച് നോക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വർക്ക് ഏരിയക്കകത്താണ് കേട്ടോ ഈ സ്റ്റൗ വെച്ചിരിക്കുന്നത്. ഒരു ഗ്യാസ് കുറ്റിയുണ്ട്, ഒരു സ്റ്റൗവും വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ഇറച്ചി, മീൻ, മുട്ട ഈ കാര്യങ്ങൾ മാത്രം ഉണ്ടാക്കാനായിട്ട് ഇവിടെ വെച്ചിരിക്കുന്ന. ഇവിടെയുള്ളവർ വേറെ ആരും, ഞാനും പിള്ളേരും മാത്രമേ മീൻ, ഇറച്ചി, മുട്ടയൊക്കെ കഴിക്കുകയുള്ളൂ. ബാക്കിയുള്ളവരൊന്നും കഴിക്കാത്ത കൊണ്ട് അകത്തുണ്ടാക്കിയ നല്ല സ്മെല്ലായ കാരണം ഇവിടെ വെച്ചാണ് എന്നും ഉണ്ടാക്കാറുള്ളത്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായി ഉണക്കമീൻ എടുത്ത് വെള്ളത്തിലിട്ട് കുറേ നേരമായി വെള്ളത്തിലിട്ട് വെച്ചേക്കുമേ. അതെടുത്ത് വെട്ടിക്കഴുകി കൊണ്ടുവന്നു. അതിന് മുമ്പായിട്ട് അതിൻ്റെ അരപ്പ് അരച്ച് വെച്ചു. അതിനകത്തിടാനുള്ള തക്കാളിക്ക് അരിഞ്ഞു വെച്ചു. പിന്നെ കുടംപുളി ഇടുന്നുണ്ടായിരുന്നു. ആ കുടംപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേച്ചാണ് മീൻ വെട്ടിക്കഴുകാൻ വേണ്ടി പോയത്. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് അന്നേരം എളുപ്പമല്ലേ. എല്ലാം അരച്ചൊക്കെ വെച്ചേക്കുവാണെങ്കിൽ നമുക്കത് ഉണ്ടാക്കുവാനായിട്ട് പിന്നെ എളുപ്പമാണ്. പിന്നെ അതിൻ്റെ കാര്യങ്ങളെടുക്കാനും അതിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അതിനുവേണ്ടി അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാണ് മീൻ വെട്ടാൻ വേണ്ടി പോയത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന്. നമുക്കൊന്നിട്ട് നോക്കാം ഇത് ശരിയാവുമോ എന്നുള്ളത്. അതിനായിട്ട് ഞാൻ തക്കാളിക്ക അരിഞ്ഞു വെച്ചായിരുന്നു. തക്കാളിക്ക, കറിവേപ്പില, പിന്നെ കുടംപുളി വെള്ളത്തിലിട്ടത് അതെല്ലാം കൂടെ അരച്ച് അരപ്പിനകത്ത് ഒഴിച്ച് ചട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം മീൻ വെട്ടിക്കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചെറിയ മീനാണ് കേട്ടോ, ചെറിയ ഉണക്കമീനാണ്. അതെന്ത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ അതിനകത്ത് 2-3 ഐറ്റം ഉണ്ട്. കറി വെക്കാൻ നല്ലതാണെന്നും പറഞ്ഞ് തന്ന. സാധാരണ വലിയ മീനൊക്കെ വെച്ചാൽ പിള്ളേരാരും കൂട്ടത്തില്ല. അതുകൊണ്ട് ആ ചെറിയ മീൻ മേടിച്ചത്. അതാകുമ്പം കറിക്കകത്ത് ഇച്ചിരി അലുത്ത് കിടന്നാൽ കറിക്ക് നല്ല ടേസ്റ്റ് കാണും. ഇതിനകത്തിപ്പം ഈ അരപ്പിനകത്തിപ്പം അരച്ച് ചേർത്തേക്കുന്നത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉള്ളി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് അരച്ചത്. അതിൻ്റെ കൂടെ കേട്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങളും കൂടെ കൂട്ടി അരച്ച് ചട്ടി കഴുകി അതിനകത്ത് ഒഴിച്ച് വെച്ചിട്ട് തക്കാളിക്കായും പിന്നെ കറിവേപ്പിലയും പിന്നെ നമ്മുടെ കുടംപുളി ഉണ്ടല്ലോ, കുടംപുളിയും കൂടെ ഇട്ട് വെച്ചേക്കുമായിരുന്നു. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിക്കാം. അതിന് വേണ്ടി സ്റ്റൗ ഓൺ ചെയ്യാം. സ്റ്റൗ ഇവിടെ കൂട്ടി വെച്ചേക്കും കേട്ടോ. അതിനെന്ന് ചോദിച്ചാൽ ഇച്ചിരി ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല. ഗ്യാസ് കുറ്റിയുടെ കുഴപ്പമാണോ നമ്മുടെ ഈ സ്റ്റൗവിൻ്റെ കുഴപ്പമാണോ എന്നറിയത്തില്ല. ഇത് കുറച്ച് നാളായതാണ്, ഒരു 6-7 വർഷമായതാണ് നമ്മളിത് വാങ്ങിച്ചിട്ട്. ഇതിൻ്റെ കുഴപ്പമാണോ ഗ്യാസ് കുറ്റിയുടെ കുഴപ്പമാണോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ഇനി ഇത് മാറേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മണം സ്മെല്ലുണ്ട് ഗ്യാസിൻ്റെ. അതുകൊണ്ട് അത് ഊരി വെച്ചേക്ക്. നമുക്കിതെടുത്ത് അടുപ്പത്ത് വെച്ചു. അടുപ്പത്ത് വെച്ചിട്ട് ഇതേതായാലും ഒന്ന് തിള വരട്ടെ. ഇത്രയും സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ പാകത്തിന്. ഇനി പോരാത്തത് നമുക്ക് കറി ഏറ്റവും ഒടുവിലാകുമ്പോഴത്തേക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർക്കാം. അല്ലേ ഒത്തിരി കൂടിപ്പോകും. നമ്മൾ ഉണക്കമീനല്ലേ എടുത്തിരിക്കുന്നത്. ഉണക്കമീൻ ഒരു 1 മണിക്കൂർ മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചാൽ, അതുകൊണ്ട് അതിൻ്റെ ഉപ്പ് കുറേയൊക്കെ പോയി കാണും. അതുകൊണ്ട് നമ്മൾ അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്നിട്ട് നോക്കാം ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം.
ഇനി തിള വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാവേ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് വയ്യ. ഈ തിളച്ച് വന്ന് കഴിയുമ്പോഴാണ് നമ്മളതിനകത്തോട്ട് മീനിടുന്നത്. അല്ല, കുറച്ച് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഇട്ടാലും കുഴപ്പമില്ല. കാരണം ഈ തക്കാളിയൊക്കെ ഒന്ന് വേകണമല്ലോ. ഉണക്കമീൻ അധികം വേവില്ലാത്തതുകൊണ്ട്. അത് തന്നെയല്ല, തീരെ ചെറിയ മീനല്ല, പൊടി മീൻ. ഏതായാലും ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളക്കിട്ട് അടച്ചൊന്നും കൂടെ വയ്ക്കാം. നമുക്കൊന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം. ചട്ടി തുറന്ന് നോക്കിയിട്ട് ഇപ്പം നല്ലപോലെ തിള വരുന്നുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാം. ഇതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഉപ്പ് കൂടിയിട്ടില്ലെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉണക്കമീനായതുകൊണ്ട് ചിലപ്പോഴേ ഉപ്പേറിപ്പോയെങ്കിൽ അത് പണി കിട്ടും. പിന്നെ അത് കൂട്ടാൻ മേലാത്ത പോലെ ആവും. ഇനി അതൊന്നും കൂടെ ഒന്ന് തിളക്കട്ടെ. നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വയ്ക്കാവേ. അപ്പം നമ്മുടെ കൂട്ടാൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 7 മിനിറ്റ് ആയി കേട്ടോ. അപ്പം നോക്കാവേ. കണ്ട, നല്ല തിളയൊക്കെ വരുന്നുണ്ട്. തക്കാളിക്കായൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിക്കാം. ഒന്നുകൂടെ നമുക്ക് അടപ്പ് മാറ്റി നോക്കാം എങ്ങനെയായിട്ടുണ്ടോ. നമ്മുടെ കറിയുടെ ചാറൊക്കെ കുറേ കുറഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 7 മിനിറ്റും കൂടി ആയി കേട്ടോ. അങ്ങനെ 14 മിനിറ്റോളമായി ഇത് വെന്ത് വരാൻ. തിള കഴിഞ്ഞിട്ട് മീനിട്ട് കഴിഞ്ഞ് 14 മിനിറ്റും കൂടെ നമ്മൾ മീനിട്ട് കഴിഞ്ഞിട്ട് വേവിച്ചു. ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. നമുക്കങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. കറിക്ക് ഉപ്പൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു മീൻകറി തന്നെയാണ്. അപ്പം നമുക്ക് എളുപ്പത്തിലൊരു മീൻകറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്നൊരു മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തൊന്നുമല്ല കേട്ടോ. വീഡിയോ എടുത്ത കൂടെ എങ്കിലിതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ പെട്ടെന്ന് തോന്നി ചെയ്തതാണ്. അതുകൊണ്ട് വലിയ പ്രിപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ബൈ.